ഒരു സെമി ബേസ്മെന്റ് അപ്പാർട്ട്മെന്റിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന കിം കുടുംബം സമ്പന്നരായ പാർക്ക് കുടുംബത്തിൽ പല കള്ളങ്ങളും തന്ത്രങ്ങളും പറഞ്ഞ് ജോലി ചെയ്യാനായി കയറിപ്പറ്റുന്നു. പാർക്ക് കുടുംബത്തിലെ മൂത്ത കുട്ടിയെ പഠിപ്പിക്കാൻ വരുന്ന കിം കുടുംബത്തിലെ കിവു എന്നു പേരുള്ള മൂത്ത മകൻ, ശേഷം പാർക്ക് കുടുംബത്തിലെ ഇളയ കുട്ടിയെ ചികിത്സിക്കാൻ സൈക്കോളജിസ്റ്റായിട്ട് വരുന്ന കിം കുടുംബത്തിലെ തന്നെ ഇളയ മകളായ കീജു, അവരുടെ ഡ്രൈവറായി വരുന്ന കിം, ശേഷം വീട്ടുജോലിക്ക് വേണ്ടി വരുന്ന കിമ്മിന്റെ ഭാര്യ ചൂങ് സുക്. ഇവർ തമ്മിൽ പരസ്പരം അറിയില്ല എന്ന് അഭിനയിച്ച് കുറെ കാലം പാർക്ക് കുടുംബത്തെ അവർ പറ്റിക്കുന്നു. കിം കുടുംബം വളരെ സൂക്ഷ്മമായി തങ്ങളുടെ കരുക്കൾ നീക്കിക്കൊണ്ട് പോയെങ്കിലും ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുകയും അവരുടെ ജീവിതം തന്നെ പാടെ മാറിമറിയുകയും ചെയ്യുന്നു. ബോങ് ജുങ് ഹോ എഴുതി സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ കൊറിയൻ സിനിമയായ പാരസൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 뭐야, 소독해? 창문 닫아. 나도 봐. 공짜로 집안에 소독도 하고. ബോങ് ജുങ് ഹോയുടെ പാരസൈറ്റ് വെറും ഒരു സിനിമ മാത്രമല്ല. വർഗവിഭജനം, മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ, മനുഷ്യ മനസ്സാക്ഷി എന്നിവയുടെ സങ്കീർണതകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സാമൂഹിക കണ്ണാടി കൂടിയാണത്. 부모님 얼굴도 뵙고 좋더라. 건강들 하시고. 일거리가 없으셔. 네가 내 대신 얘 과외 선생님 좀 해줘라. 영어. 대학생인 척하라는 거야? 불화를 좀 치지 뭐. അത്യുഗ്രമായ നറേഷനിലൂടെയും ആകർഷകമായ ഛായാഗ്രഹണത്തിലൂടെയും മൾട്ടി ലെയേർഡായ കഥാപാത്രങ്ങളിലൂടെയും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള കോംപ്ലക്സ് ഡൈനാമിക്സിലേക്ക് സിനിമ കടന്നു ചെല്ലുന്നു. 너 이 좋은 실력으로 왜 미대는 맨날 떨어지냐? 아이씨, 죽을래. 저는 이게 위조나 범죄라고 생각하지 않아요. 참으로 시의적절하다. അവർക്കിടയിലുള്ള സഹജീവ ബന്ധത്തെ സിനിമ അനാവരണം ചെയ്യുന്നു. പാരസൈറ്റിന്റെ ഹൃദയഭാഗത്ത് സാമൂഹിക സാമ്പത്തിക അസമത്വത്തിന്റെ വ്യക്തമായ ചിത്രീകരണങ്ങളുണ്ട്. കിം കുടുംബത്തിന്റെ ഇടുങ്ങിയ സെമി ബേസ്മെന്റ് വാസസ്ഥലം പാർക്ക് കുടുംബത്തിന്റെ ആഡംബര മാളികയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ബോങ് ജുങ് ഹോ ഈ രണ്ട് ലോകങ്ങളെയും സമർത്ഥമായി ഒത്തുചേർക്കുന്നു. ഉള്ളവരെ ഇല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കുന്ന വിശാലമായ അഗാധത സിനിമ ഉയർത്തിക്കാട്ടുന്നു. 사모님이 뭐랄까. 풀타임으로 수업 어떻게 하시는지. Is it okay with you? 우리 다송이는 완전 예술가 재질인데. 침팬지를 그린 거죠? 자화상이에요. 역시. വിശദാംശങ്ങളിലേക്കുള്ള സൂക്ഷ്മമായ ശ്രദ്ധയിലൂടെ വർഗവേർതിരിവിന്റെ അത്ര നല്ലതല്ലാത്ത സത്യങ്ങളെ നേരിടാൻ കാഴ്ചക്കാരെ പ്രേരിപ്പിക്കുന്ന സൂക്ഷ്മമായ വിശദീകരണങ്ങൾ സിനിമ തുറന്നു കാട്ടുന്നു. സിനിമാറ്റോഗ്രഫിയുടെ ക്രിയേറ്റീവായ ഉപയോഗം സിനിമയുടെ ഉള്ളടക്കത്തെയും അതിന്റെ ഡീറ്റെയിൽസിനെയും വളരെ ശക്തമായി വരച്ചു ചേർക്കുന്നു. കിം കുടുംബം സെമി ബേസ്മെന്റ് അപ്പാർട്ട്മെന്റിലാണല്ലോ താമസം. അവർക്ക് സൂര്യപ്രകാശം പോലും കിട്ടാൻ വഴിയില്ല. എന്നാൽ പാർക്ക് കുടുംബത്തിന്റെ വിശാലതയിലേക്ക് കീവു ആദ്യമായി കയറി ചെല്ലുമ്പോൾ അവന്റെ നേരെ വീശുന്ന സൂര്യപ്രകാശം പറയാതെ പലതും പ്രേക്ഷകരോട് സംസാരിക്കുന്നു. സൂര്യപ്രകാശം പോലും ഉള്ളവനും ഇല്ലാത്തവനും വിഭജിക്കപ്പെടുന്നത് രണ്ടായിട്ടാണെന്ന ആശയം ഒരു മെറ്റഫറായി സിനിമയിൽ ആവിഷ്കരിക്കുന്നു. ലോക സിനിമയിൽ തന്നെ മണം എന്ന ഘടകത്തെ ഏറ്റവും ശക്തമായ ഒരു ടൂളായി ഉപയോഗിച്ചത് പാരസൈറ്റിലാണെന്ന് പറയാം. കിം കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന ക്ലാസിന്റെ ഒരു മണമുണ്ട്. പാർക്ക് കുടുംബം അത് പലപ്പോഴും നേരിട്ടോ അല്ലാതെയോ വെളിപ്പെടുത്തുന്നുമുണ്ട്. പരാതജീവി എന്ന സിനിമയുടെ തലക്കെട്ട് കഥയുടെ ഉള്ളടക്കവുമായി എല്ലാ രീതിയിലും ചേരുന്നതാണ്. സമൂഹത്തിലെ സമ്പന്നരെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെയാണ് ഈ തലക്കെട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും സിനിമയുടെ പല സന്ദർഭങ്ങളിലും കാണാൻ കഴിയുന്നത് നേരെ വിപരീതമായ അർത്ഥമാണ്. സമ്പന്നർക്കും പാവപ്പെട്ടവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവർ സമൂഹത്തിലെ പരസ്പര പൂരകങ്ങളാണ് എന്ന സത്യം. ഡാർക്ക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്തിയ ഈ സിനിമ ബോങ് ജുങ് ഹോയുടെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ്. കഥയുടെ പുതുമ കൊണ്ടും സിനിമാറ്റോഗ്രാഫിയുടെ മികവ് കൊണ്ടും അതിലുമുപരി അഭിനേതാക്കളുടെ അതിഗംഭീരമായ പെർഫോമൻസിലൂടെയും പാരസൈറ്റ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകളിൽ ഒന്നായി മാറിയതിൽ ഒട്ടും അതിശയപ്പെടാനില്ല. 2020 ബെസ്റ്റ് പിക്ചറിനുള്ള അക്കാഡമി അവാർഡിന് അർഹമായ ഈ സിനിമ മാസ്റ്റർ പീസ് എന്നല്ലാതെ മറ്റൊന്നുകൊണ്ടും വിശേഷിപ്പിക്കാനുമാവില്ല.